ഹലോ, എല്ലാവർക്കും സീമാസ് സ്മോൾ കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു കേക്കാണ്. അതിനു വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയെന്ന് നോക്കാം. ഒരു 4 കവർ ഓറിയോൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അത് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ക്രീം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര വേണം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്കിനി കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഈ മിക്സിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഏകദേശം റെഡിയായി വന്ന് ഞാൻ അതിനകത്തേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ കേക്കിന് ഓൾറെഡി മധുരം ഉണ്ടായിരുന്നു, ചെറിയൊരു മധുരം പോലും ഉണ്ട്. അപ്പോൾ നമ്മളത് അളവിനനുസരിച്ചിട്ട് മധുരം അനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഓൾറെഡി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ഇട്ടുണ്ട്. 4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ബാറ്റർ ഒരു പാത്രത്തിനകത്തേക്ക് നെയ്യ് പുരട്ടി വെച്ച പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പ്രീ ഹീറ്റിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു 20-25 മിനിറ്റ് കഴിഞ്ഞ് വെന്തോന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കേക്കിനെ 2 പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ക്രീം ഉണ്ടല്ലോ, ബിസ്ക്കറ്റിൻ്റെ അകത്തുനിന്ന് എടുത്ത ആ ക്രീം ഒന്ന് മെൽറ്റ് ചെയ്ത് നമുക്ക് ഗ്യാസിൽ വെച്ച് ഒന്ന് ഉരുക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആ ക്രീം ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ചൊന്ന് ഈ കേക്കിൻ്റെ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന കേക്കിൻ്റെ മുകൾ ഭാഗത്തൊന്ന് വിതറി കൊടുക്കാം. കുറച്ച് ക്രീമും കൂടി നമുക്ക് എടുത്തിട്ട് മറ്റേ കേക്കിൻ്റെ മുകൾ ഭാഗത്തും ചെയ്ത് കൊടുക്കാനുണ്ട്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാദ്യം നമുക്കിത് ചെറുതായ രീതിയിൽ അകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി വരുന്നത് നമുക്ക് പുറം ഭാഗത്തും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി ബാക്കി വരുന്ന ക്രീമും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈസിയാണ് കേട്ടോ അത് ചെയ്യാനായിട്ട്. നമ്മൾ ക്രീമൊന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി ഇതേപോലെ ചെയ്തെടുത്താൽ മതി. നമ്മളിനി വേറെ ക്രീമൊന്നും മേടിക്കാൻ പോകണ്ട. ഇതിനകത്ത് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ, ഓൾറെഡി ഇതിന് മധുരമുണ്ട്. നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന കാഡ്ബറീസിൻ്റെ പീസസ് ഉണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ ഒടിച്ചു വെച്ചതുകൊണ്ട് അതൊരു ഇത്തിരി അലന്നു പോയി. അതൊരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓറിയോൻ്റെ ബിസ്ക്കറ്റും കാഡ്ബറീസിൻ്റെ ചോക്ലേറ്റ് പീസസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കേക്ക് റെഡിയാക്കിയേക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ചോക്ലേറ്റും എല്ലാം കൂടി ഉള്ള കാരണം നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. വലിയ ചിലവില്ലാത്ത കാര്യമാണ്. പിള്ളേർക്കതൊരു സന്തോഷമാകും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇതൊക്കെ വാച്ച് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടാൻ മറക്കണ്ട.
താങ്ക്സ് ഫോർ വാച്ചിങ്.